ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ ഇങ്ങനെയുള്ള സിനിമകൾ കാണണമെന്ന്. എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ, ആക്ഷൻ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന്റെ ഭാഗമാകുകയാണെങ്കിൽ നമുക്കും അതിനകത്ത് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചെയ്ത പടങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റ് സിനിമകളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് നമുക്ക് ആക്ഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. പിന്നെ ഇങ്ങനെയുള്ള നല്ല നിർമ്മാതാക്കളുടെ ആക്ടേഴ്സിനോടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആഗ്രഹമുണ്ട്. അവരത് വിളിക്കുമെന്ന് വിചാരിക്കുന്നു. എമ്പുരാൻ 3-ല് വിളിക്കുന്നത് ഞാൻ ആലോചിച്ച്, ഈ എമ്പുരാൻ അടുത്ത വില്ലനായിട്ടൊക്കെ നമ്മളെ അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കുന്നത്, അവസാനമൊക്കെ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളിപ്പോ ഇമാജിൻ ചെയ്യും. മേക്കേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണല്ലോ, അവർക്ക് ആരെയാണ് കാസ്റ്റ് ചെയ്യേണ്ടത്, അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ. പഴശ്ശിരാജ് ഇറങ്ങിയപ്പോഴും ഞാൻ പ്രതീക്ഷയായിരുന്നു ഇങ്ങനെ ഇതിനകത്തൊരു ഭാഗം. അതിനകത്ത് നായിക ഒരിക്കലും എന്നെ കണ്ടപ്പം ചോദിച്ചു, ഞാൻ അറിയില്ലായിരുന്നു പുള്ളിക്കാരി നായികയായിരുന്നു അതിനകത്ത്. എന്നോട് ഇങ്ങനെ പെട്ടെന്ന് വന്ന് എന്നോട് ചോദിച്ചു, ഒരു ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാമിന്റെ സുന്ദരിയായ സ്ത്രീ എന്നോട് വന്ന് ചോദിച്ചു, ഹൗ കം യു ആർ നോട്ട് ഇൻ പഴശ്ശിരാജ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഹു ആർ യു എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു അത് അവരുടെ മേക്കേഴ്സിന്റെ ഇഷ്ടമാണ്. ഞാൻ ആരാന്ന് ചോദിച്ചു. ഞാൻ ഹീറോയിൻ ഓഫ് പഴശ്ശിരാജ, കനിയായിരുന്നു. അല്ലെങ്കിലും സിനിമകളില് ചേട്ടന്റെ ഒരു റോള് നായകന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ആ നായകന്റെ ഭയങ്കര ശക്തമായ ഒരു ടീമായിരിക്കും എന്നൊരു, അതെനിക്ക് തോന്നുന്നു വില്ലനായിട്ട് ഒരുപാട് പേരെ ഞാൻ പേടിപ്പിച്ചെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെ നായകന്റെ കൂടെ ആകുമ്പോ അവർക്കൊരു ആശ്വാസം. അങ്ങനെ ഒരുപാട് ട്രോൾ ചെയ്യാൻ 3-ലേക്ക് ഒന്ന് വിളിക്കണം അവരെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് വിളിക്കണമെന്നാ തോന്നുന്നു. അല്ലേ, അത് ഞാൻ അങ്ങനെ വിളിക്കാറില്ല. അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അവര് സാറിന്റെ കൂടെ പിടിച്ചു വെക്കാൻ പറ്റാത്ത ചില നായന്മാരെ ഒതുക്കിയെന്നൊക്കെ പറയുന്നുള്ളതാണോ? അയ്യോ, അങ്ങനെയൊന്നും ആകാൻ വഴിയില്ല. കാലത്ത് നമുക്കങ്ങനെ തോന്നുന്നു. അത് ചെറിയ ഭീതിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പൊക്കമൊക്കെ ഉള്ളത് കൊണ്ട്. ഞാനും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ പടത്തിൽ എന്നെ കാശ് ചെയ്യുന്നില്ല. അല്ല, ഇത്രയും സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഞാനും ഒരുപാട് സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട്. എന്നിട്ടും അവരുടെ പല സിനിമകളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തിനാന്ന് ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതായിരിക്കത്തില്ല ഫീസ്. ഒരു കഥ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതിനകത്തുള്ള കഥാപാത്രങ്ങൾ, അത് ആ സ്ക്രിപ്റ്റ് റൈറ്ററും അല്ലെ ഡയറക്ടറും കൂടെ തീരുമാനിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ സ്യൂട്ടബിൾ ആയില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ഇടിച്ചു കയറി കഴിഞ്ഞാൽ അത് ഏച്ച് കെട്ടി മുഴച്ചെന്ന് പോലെ ഇരിക്കും. ആ കഥാപാത്രം ആ സിനിമയിൽ ഷൂട്ടാകത്തില്ല. അപ്പൊ അതിനൊക്കെയുള്ള നമ്മളൊരു സിനിമയല്ലേ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ചിന്താഗതി ഉണ്ടാവണല്ലോ. ഇപ്പൊ ഈ ജാക്കി ചാൻ, ബ്രൂസ്ലി ഒക്കെ സിനിമയിൽ വന്നത് മാർഷൽ ആർട്സ് കൊണ്ടാണ്. അപ്പൊ ചേട്ടൻ ഒരു പക്ഷെ മാർഷൽ ആർട്സ് പഠിച്ചില്ലായിരുന്നെങ്കിൽ സിനിമയിലേക്ക് വരില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടോ? മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് എനിക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു, ഒരു ആഡഡ് ക്വാളിഫിക്കേഷൻ ആയിരുന്നു. സിനിമയിലേക്ക് വരും, പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ഷൻ സിനിമകളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോങ് സ്റ്റാൻഡിങ്. ഇപ്പം എമ്പുരാനാണെങ്കിലും ആൾക്കാരൊരു ഗംഭീര ആക്ഷൻ സിനിമ പ്രതീക്ഷയാണ്, അതുപോലെ ബുക്കിംഗ് വന്നു. അത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നല്ല മാർക്കറ്റ് ഉണ്ട് ഓൾ ഓവർ ദ വേൾഡ്. ആ ഒരു ഇതുള്ളതുകൊണ്ടാണോ ആഷിഖപ്പ് മറ്റേ ഇടുക്കി കോട്ടയിലേക്ക് കാസ്റ്റ് ചെയ്തത്? ആയിരിക്കണം, പക്ഷെ അതിനകത്ത് നമ്മുടെ കൈ ഒടിഞ്ഞു പോയില്ലേ. ശരിക്കും ഒടിഞ്ഞത് തന്നെ അല്ല, അതങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. ആക്ഷൻ അതിന്റെ അവിടെ ആവശ്യമില്ല. അതുകൊണ്ട് അങ്ങനെ എന്നിൽ നിന്ന് ആക്ഷൻ പ്രതീക്ഷിക്കുമല്ലോ ജനങ്ങൾ. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി എന്തോ ഒരു സംഭവം ചെയ്താന്ന് തോന്നുന്നു.